ദാനിയേൽ 14:33. അക്കാലത്ത് ഹബക്കൂക്ക് പ്രവാചകൻ യൂദയായിലുണ്ടായിരുന്നു. അവൻ കറിയും പൊടിച്ച അപ്പവും ഒരു പാത്രത്തിലാക്കി കൊയ്ത്തുകാർക്ക് കൊടുക്കാൻ വേണ്ടി വയലിലേക്ക് പോവുകയായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ ഹബക്കൂക്കിനോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ടുപോയി കൊടുക്കുക. ഹബക്കൂക്ക് പറഞ്ഞു, പ്രഭോ, ഞാൻ ഒരിക്കലും ബാബിലോൺ കണ്ടിട്ടില്ല. സിംഹക്കുഴിയെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവൻ്റെ മുടിയിൽ പിടിച്ച് തൂക്കിയെടുത്ത് ബാബിലോണിൽ സിംഹക്കുഴിയുടെ നേരെ മുകളിൽ വായുവേഗത്തിലെത്തിച്ചു. ഹബക്കൂക്ക് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ദാനിയേൽ, ദാനിയേൽ, ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും. ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ദാനിയേൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു. കർത്താവിൻ്റെ ദൂതൻ ഉടനെ തന്നെ ഹബക്കൂക്കിനെ അവൻ്റെ സ്ഥലത്തേക്ക് മടക്കി കൊണ്ടുവന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു വചനഭാഗം എത്ര മനോഹരമായിട്ടാണ് കർത്താവ് വിശുദ്ധ ബൈബിളിൽ പറയുന്നത് അല്ലേ? പ്രാർത്ഥിക്കുന്ന മക്കളെ കർത്താവ് ഒരിക്കലും കൈവിടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് സിംഹക്കുഴിയിൽ കിടന്ന ദാനിയേലിന് കർത്താവ് എത്തിച്ചു കൊടുത്ത ഭക്ഷണം. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൽ ആശ്രയിക്കണം, പ്രാർത്ഥിക്കണം, വിശ്വസിക്കണം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.